ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തിരി നേരം വൈകി എണീക്കാം. ഞാൻ എണീറ്റ് വരുമ്പോൾ അമ്മ അമ്പലത്തിൽ പോകാൻ നിൽക്കുക. തറവാട്ട് അമ്പലത്തിൽ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും അത് നന്നാക്കാൻ നിന്നു ആദ്യം തന്നെ. ഇന്ന് കുറച്ച് സ്ഥലങ്ങൾക്കൊക്കെ ഒന്ന് പോവാണ്ട്. വേഗം പണികൾ കഴിക്കണം. ചൂരക്കണ്ണിയായിട്ടാണ് കിട്ടിയത് മീൻ. നല്ല മീനാണ്, വലിയ മീനായിരുന്നു. നെയ്യുണ്ട്. ചൂരക്കണ്ണിയുടെ ഇടയിൽ ഒരു ചാളേനെ കിട്ടിയിട്ടാണ്. വലിയ ചാളയായിരുന്നു. ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. ചെറുത് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കണം എന്നുള്ളത്. ചെറുതിലെ ഒരുവിധം നാടോടി നൃത്തം, തിരുവാതിര അങ്ങനെയുള്ളതൊക്കെ അറിയായിരുന്നു. പക്ഷെ ക്ലാസിക്കൽ കളിക്കുമെങ്കിലും പഠിച്ച് കളിച്ചിട്ടില്ല. അങ്ങനെ സ്വന്തമായിട്ട് സാലറി ഒക്കെ വാങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ ജോയിൻ ചെയ്തതാണ്. ഭരതനാട്യം അരങ്ങേറ്റം കഴിഞ്ഞു. ഇപ്പോൾ മോഹിനിയാട്ടമാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുന്നോളത്തുള്ള ചിത്രാന്തരയിലാട്ടോ പഠിക്കുന്നത്. നമ്മുടെ കൊണാർക്കിൻ്റെയും കോമളയുടെയും നടുവിൽ കൂടെ പോയാൽ അവിടെ ഒന്നിറങ്ങിക്കഴിഞ്ഞാൽ കാണാം. പത്ത് 12 മിനിറ്റോളം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചൊൽക്കെട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ സ്പീഡിൽ അടിച്ച് കളയാണ്. ഇല്ലെങ്കിൽ ഒരുപാട് നേരം എടുക്കും. പിന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കുറച്ച് നാൾ പോകാനൊന്നും പറ്റിയിട്ടില്ല. അതിൻ്റേതായ കുറവുകളുണ്ട്. ഇനി ഞാൻ കിഴൂർ എൻ്റെ മേമയുടെ വീടുണ്ട്, അവിടേക്കാണ് കേട്ടോ പോണത്. മേമയുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ വിവേകാനന്ദ കോളേജും കിഴൂർ പൂരം കേട്ടിട്ടില്ലേ, അവിടെ അമ്പലമുണ്ട് അതിൻ്റെ ഇപ്പുറത്തെ വശത്തായിട്ട്. ഇതായി കാണുന്നതാണ് കേട്ടോ അമ്പലം. ഇതായി കാണുന്നതാണ് വിവേകാനന്ദ കോളേജ്. കുറച്ചങ്ങോട്ട് കയറി പോയിട്ടാണ് കേട്ടോ. ഞാനൊരു കുൽഫി കഴിച്ചു. ഒന്നല്ല 2 2 ഫ്ലേവറാട്ടോ. ഒന്ന് പിസ്തയും ഒന്ന് മാംഗോയും. വീട്ടിൽ വന്നപ്പോൾ അമ്മ എന്തോ കൊള്ളി വറുക്കാൻ വേണ്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊള്ളി എടുത്തിട്ട് പുഴുങ്ങിയിട്ടുണ്ട് കഷ്ണങ്ങളാക്കിയിട്ട്. അമ്മ പോയി വന്നിട്ട് മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊള്ളിയും മീൻകറിയും കൂട്ടി കഴിക്കാമല്ലോ. ഇതിൻ്റെ ഇടയിൽ ഏട്ടൻ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ഫുഡ് കഴിക്കാൻ നേരത്താണ് വിളിച്ചത്. അപ്പോൾ മെനു കാർഡിൽ ഫ്രൈഡ് ചിക്കൻ എന്താണ് വാങ്ങുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ മീനുട്ടി ഇവിടുന്ന് പറയുന്നുണ്ട്, മാമ എനിക്കെന്താ വാങ്ങി തരാത്ത, ഇവരോടൊന്ന് പറയും വാങ്ങിത്തരാന്നൊക്കെ പറയുന്നുണ്ട്.
മീനുട്ടിക്ക് ചോറ് അധികം ഇഷ്ടമില്ല. അല്ലാത്ത ഭക്ഷണങ്ങളാണ് ചപ്പാത്തി, ചിക്കൻ, ഉരുളൻകിഴങ്ങ് അങ്ങനെ ഉള്ള ഐറ്റംസാണ് ഇഷ്ടം. ചോറൊക്കെ ദിവസം ഒരു ഇത്തിരി കഴിക്കണതാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. ചില ദിവസങ്ങളിൽ കഴിക്കണതേ കാണാറില്ല. അവൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കും, വീട്ടിലുള്ളത് വെച്ചിട്ട് അങ്ങനെയൊക്കെ. ദേവൂട്ടിനെ തിരക്കുക. ദേവൂട്ടിനാണെങ്കിൽ പാട്ട് വെച്ചിട്ട് കേൾക്കേണ്ട ഒരു തിരക്കിലായിരുന്നു. ഇതിൻ്റെ ഇടയിൽ അമ്മ പറയണത് പുള്ളി വർക്ക് ഓയിലില്ല വാങ്ങണമെന്ന്. അപ്പം ഞാനും മീനും കൂടി ഓയിൽ വാങ്ങാൻ ഇറങ്ങി. നമ്മുടെ അടുത്തുള്ള രവിയാൻ്റെ വീട്ടിലിതാ നിറച്ച് കടലാസ് പൂവ് ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഈ വഴിക്ക് വെച്ചിട്ട് നായ ഓടിയെത്തില്ല. നായ ഉണ്ടോ നോക്കിയിട്ടാണ് ഞാൻ വരുന്നത് കേട്ടോ. പേടിയാണ്. പറഞ്ഞ നാവെടുത്തില്ല, കയറി ചെന്ന് നിന്നത് നായയുടെ മുന്നിലാണ്. പക്ഷെ ആ നായ വലിയ ശല്യക്കാരനായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ രേഖേച്ചിയുടെ കടയിലെത്തി സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു. തിരിച്ചു വരുമ്പോഴൊരു പേടിയായിരുന്നു. ചില നായകൾ ഇത്തിരി ഡേഞ്ചർ അവിടുത്തെ. രേഖേച്ചി നായ ഓടിയത്തെ കഥ കേട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി മെല്ലെ കൊണ്ടുപോയാൽ മതി, അപ്പോൾ ആ നായ ഓടിയെത്തില്ല. അപ്പം ഞാൻ മീനുട്ടിയോട് പറയാം നമുക്ക് വണ്ടി ഉന്തി നടന്നാലോ, ഓടിയെത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വീടെത്താനായിട്ടോ. പിന്നെ അമ്മ പുള്ളി വറുത്തത് ഉണ്ടാക്കിയില്ല. അമ്മ അപ്പോഴേക്കും ഒന്ന് ഉറങ്ങി. അപ്പോൾ ഇനി പിന്നെ കാണാം.